അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ അപമാനിച്ച് ഇറക്കി വിട്ടു എന്ന ഒറ്റ കാരണത്താൽ യൂറോപ്പ് എല്ലാം ഇപ്പോൾ ഒരുമിച്ച് സംഘടിച്ചിരിക്കുകയാണ്. ഇത് റഷ്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ പോളണ്ടാണ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പോളണ്ട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെക്കാളും കൂടുതൽ സൈനികർ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം പോളണ്ട് എന്ന് പറയുന്നത് നാറ്റോയുടെ ഗേറ്റ്വേ ആണ്. റഷ്യ പോളണ്ടിനെ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. യുക്രൈന് ശേഷം പോളണ്ടിനെ ആയിരിക്കും റഷ്യ ആക്രമിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അതുകൊണ്ടാണ് റഷ്യൻ സന്ദർശനത്തിന് ശേഷം യുദ്ധം നിർത്താനായി നേരെ പോളണ്ടിലേക്ക് പോയത്. റഷ്യ യുദ്ധത്തിൽ പോളണ്ടിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പോളണ്ടിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ സാഹചര്യത്തിൽ നാറ്റോ സൈന്യം സംഘടിക്കുകയും അത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോവുകയും ലോകമഹായുദ്ധം തന്നെ, മൂന്നാം ലോക മഹായുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സെലൻസ്കിയോട് പറഞ്ഞത്. നിങ്ങൾ ലോകമഹായുദ്ധം, മൂന്നാം ലോക മഹായുദ്ധം കയ്യിൽ വെച്ച് പന്താടുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത്. എന്നാൽ സെലൻസ്കിയെ ട്രംപ് ഇത്തരത്തിൽ ശകാരിച്ച് ഇറക്കി വിട്ടതിനു ശേഷം നാറ്റോയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന, നാറ്റോ തലവന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന, നിങ്ങൾ ട്രംപിനെ പിണക്കരുത് എന്നാണ്. എന്നാലും അതിനുശേഷം ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ യൂറോപ്യൻ നേതാക്കളുടെ ഒരു ഉച്ചകോടി ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഓവൽ ഓഫീസിൽ നടന്ന ചൂടേറിയ ചർച്ചകളിൽ നിന്ന് ഉടലെടുത്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പരിഹാരം കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഉച്ചകോടി ആരംഭിച്ചിരിക്കുന്നത്. യൂറോപ്പിന് ഒരു പ്രധാന സൈനിക ശക്തിയായി മാറാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കണമെന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നുള്ളൊരു ധ്വനി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. യൂറോപ്പിൽ 2.6 ദശലക്ഷം പ്രൊഫഷണൽ സൈന്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് മുന്നിൽ അമേരിക്ക പിടിച്ചു നിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കൃത്യമായി അതിനകത്ത് ആ ഉച്ചകോടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മറ്റ് നേതാക്കന്മാരുടെ വാക്കുകൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ നാറ്റോ അമേരിക്കയില്ലാതെ വട്ടപൂജ്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പോരാത്തതിന് റഷ്യയുടെ മുമ്പിൽ നാറ്റോയ്ക്ക് ഒരു പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പല ആൾക്കാരും പറയുന്നത് നാറ്റോ വന്നു കഴിഞ്ഞാൽ റഷ്യ തങ്കഭിന്നമായി പോകുമെന്നാണ്. പക്ഷേ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തിയെ നമ്മൾ കുറച്ചു കാണരുത്. റഷ്യയുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. യുക്രൈൻ യുദ്ധത്തിൽ പോലും റഷ്യ പൂർണ്ണമായിട്ടുള്ള ആയുധങ്ങൾ, അതായത് 100% ആയുധങ്ങൾ പോലും പുറത്തെടുത്തിട്ടില്ല. കൂടുതലും സൈനികരെ വെച്ചുള്ള യുദ്ധമായിരുന്നു റഷ്യ നടത്തിക്കൊണ്ടിരുന്നത്. മിസൈലുകളെല്ലാം തന്നെ അതിമാരക പ്രകടശേഷിയുള്ള മിസൈലുകൾ ഒന്നും തന്നെ അല്ലായിരുന്നു. പ്രതിരോധിക്കാനുള്ള യുദ്ധമായിരുന്നു അതെന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം ഡൊണാൾഡ് ടസ്ക് പറഞ്ഞതുപോലെ യൂറോപ്പിൽ 2.6 ദശലക്ഷം പ്രൊഫഷണൽ സൈന്യങ്ങളുണ്ട്. ഇത് അമേരിക്ക, ചൈന, റഷ്യ എന്നിവയേക്കാൾ കൂടുതലാണ്. യൂറോപ്പിലും ധാരാളം യുദ്ധവിമാനങ്ങളും പീരങ്കികളും ഉണ്ട്. ഇന്ന് യൂറോപ്പിൽ സാഹസികതയുടെ ഒരു പ്രകടമായ അഭാവം കാണാം. യൂറോപ്പ് അതിന്റെ ശക്തി മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ ടസ്ക് പറഞ്ഞിരിക്കുന്നത്. പോളിഷ് തലവൻ ടസ്ക് പറഞ്ഞിരിക്കുന്നത് യുക്രൈനിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം ഉറപ്പാക്കാൻ ഒത്തുചേരാനുള്ള അവസരമാണ് നമുക്കുള്ളത്. അത് അതിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇങ്ങനെയാണ് പറഞ്ഞത്. യുക്രൈൻ ഏറ്റവും മികച്ച ഫലം ഉറപ്പാക്കുന്നതിനും യൂറോപ്യൻ സുരക്ഷ സംരക്ഷിക്കുന്നതിനും നമ്മുടെ കൂട്ടായ ഭാവി സുരക്ഷിതമായിരിക്കുന്നതിനും നമ്മൾ ഒത്തുചേരേണ്ട സമയമാണ് ഇതെന്നാണ് യൂറോപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുക്രൈൻ പ്രസിഡന്റിന്, അതായത് വ്ളാഡിമിർ സെലൻസ്കി, ഡൊണാൾഡ് ട്രംപ് അന്നപാനീയങ്ങൾ പോലും കൊടുക്കാതെ അവിടെ നിന്നും ഇറക്കിവിട്ട വ്ളാഡിമിർ സെലൻസ്കിക്ക് രാജകീയമായിട്ടുള്ള സ്വീകരണമാണ് ബ്രിട്ടൻ നൽകിയത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ശനിയാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ ഓഫീസായ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ എത്തിയപ്പോൾ പുറത്ത് തടിച്ചുകൂടിയ ആളുകൾ അദ്ദേഹത്തെ പിന്തുണ പ്രഖ്യാപിച്ചു മുദ്രാവാക്യം വിളിച്ചു. സ്റ്റാർമർ യുക്രൈനിയൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ലണ്ടനിൽ നടക്കുന്ന യൂറോപ്യൻ നേതാക്കളുടെ യോഗത്തിന് തൊട്ടു മുമ്പാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും അമേരിക്ക യുക്രൈനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ 20,000 കോടി രൂപ വായ്പയും ബ്രിട്ടൻ ഇപ്പോൾ സെലൻസ്കിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അത് യുക്രൈന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും ഉച്ചകോടി നടക്കുമ്പോൾ അതിൽ പരിഹാരം കാണാനുള്ള അതായത് ഈ യുദ്ധത്തിന് പരിഹാരം കാണാനുള്ള, അമേരിക്കയെ മെരുക്കാനുള്ള ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയോടുള്ള വെല്ലുവിളി, റഷ്യയോടുള്ള വെല്ലുവിളി, മറ്റ് രാജ്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ യൂറോപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ യുദ്ധം കൂടുതൽ വഷളാകുമോ എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവനും. കാരണം യൂറോപ്പ് ഒന്നിച്ചിരിക്കുന്നു, അവരുടെ സൈന്യത്തിന്റെ ശക്തി മനസ്സിലാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, സാഹസികമായി കാര്യങ്ങൾ കാണണമെന്നും അതിനുവേണ്ടി മുതിരണം എന്നുമാണ് ഇപ്പോൾ യൂറോപ്പ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.